ഉള്ള ഫ്ലഷി പാർട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ സീഡാണ് നമ്മൾ തുപ്പിക്കളയുന്നത്. അതായത് ഇതിൻ്റെ സീഡ് തന്നെയാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സീഡ് നമ്മൾ അതിൻ്റെ ആ ഫ്ലഷി പാർട്ട് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ആത്തച്ചക്ക കഴിക്കുന്നത് പോലെ തന്നെ അത് കഴിച്ചതിന് ശേഷം ആ സീഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് പാകിയാൽ മതി. അതായത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ സാധാരണ ഓപ്പൺ സ്പേസിലോ എല്ലാം ഒന്ന് പാകിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് കിളിച്ചു വരും. എന്നിട്ട് നമുക്ക് അങ്ങനെ ഇതിൻ്റെ തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് റൂട്ട് അങ്ങ് ഒരുപാട് പോകത്തൊന്നുമില്ല. ചെറിയൊരു ചട്ടിയിൽ നട്ടാൽ പോലും ഇത് കായ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അന്നേരം ഞാനിത് കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ റൂട്ട്. സാധാരണ ഇങ്ങനെ മണ്ണിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൽ വെച്ചാൽ ഇത് ഒരുപാട് നല്ലതുപോലെ പന്തലിച്ച് ഇഷ്ടംപോലെ കായ ഉണ്ടാകും. ചട്ടിയിലാവുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അന്നേരം നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് ഇപ്പോൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്നും ഒക്കെ മനസ്സിലായി കാണും. ഇതാണ് ഇതിൻ്റെ സീഡ്. ഈ സീഡ് നമ്മൾ പാകിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ കിട്ടും. അത് നമ്മൾ നട്ടു വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കസ്റ്റർഡ് ആപ്പിൾ പറിച്ച് കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ കസ്റ്റർഡ് ആപ്പിളിൻ്റെ ഗുണങ്ങൾ, നമുക്കറിയാത്ത ഒരുപാട് ഗുണങ്ങളും അതുപോലെ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ കസ്റ്റർഡ് ആപ്പിളിൻ്റെ അകത്തുള്ളത്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പിന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കുറേ ആൻറ്റി ഓക്സിഡൻറ്റ്സ്, അതുപോലെ ഫ്ലേവനോയിഡ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, പിന്നെ വേറൊരു കാര്യം നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്ന പൊട്ടാഷ്യവും മഗ്നീഷ്യവും ഇതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു വലിയ ഗുണമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്. B6 എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷാദ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വൈറ്റമിൻ B6 നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിപ്രഷനൊക്കെ ഒരുവിധം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ കസ്റ്റർഡ് ആപ്പിളിന് ഉണ്ട്. ഇത് ഇതിന് നല്ലൊരു മധുരമാണ്, നല്ലൊരു സ്വീറ്റ്നെസ്സാണ് ഈ ഒരു ഫ്രൂട്ടിനുള്ളത്. നമ്മുടെ സാധാരണ ആത്തച്ചക്കയെക്കാട്ടിലും നല്ല മധുരമാണ് ഈ ഒരു കസ്റ്റർഡ് ആപ്പിളിന്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ലതുപോലെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ ലിൻസീസ് ക്ലിങ് എന്ന് പറയുന്ന ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു മരത്തിൻ്റെ അകത്ത് നിറച്ച കായകളാണ്. ഇത് പ്രത്യേകിച്ച് രാസവളങ്ങളോ ഒന്നും ഞാനിതിന് ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ലതുപോലെ കായ്ക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ഥലത്ത്, പിന്നെ ഓരോ സ്ഥലത്തിൻ്റെ വെതറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ പൂക്കാനും കായ്ഫലവും ഒക്കെ. എന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇൻ കേസ് ഇത് കായ്ക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ 20-20 എന്ന് പറയുന്ന രാസവളം ഒരു ലേശം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നല്ലതുപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും. രാസവളം ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ ചാണകവും എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുത്താലും മതി. ധാരാളം ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഈ ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചിലരൊക്കെ സീതപ്പഴമെന്നും ഞാനിതിന് കേട്ടിട്ടുണ്ട്. അന്നേരം സീതപ്പഴം എന്ന് പറയുന്നൊരിതാണ്. ഇത് നല്ല പഴുത്ത് വരുമ്പോൾ കണ്ടോ ഈ ഒരു കളറായിട്ട് വരും. അതിൻ്റെ ഒരു ക്രീം ഷെയ്ഡിലോട്ട് ഇത് മാറും. സാധാരണ പച്ചയാണെങ്കിൽ അതിനൊരു വെറും ഒരു പച്ച കളറിലോട്ട് ഇരിക്കും. പക്ഷേ നല്ലത് വിളഞ്ഞ് നല്ല മൂപ്പെത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതേപോലെ അതിൻ്റെ ഇടയ്ക്കൊരു ക്രീമി ഷെയ്ഡ് വരും. അതാണ് അതിൻ്റെ ആ ഒരു പരുവം. ഈ പരുവത്തിൽ നമുക്കത് പറിച്ചു വെച്ചാൽ ഇഷ്ടം പോലെ അത് പഴുക്കും. ഒരു ദിവസം കൊണ്ട് പഴുക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ നിന്ന് പഴുത്ത് നിൽക്കും. ഇതിൽ തന്നെ പഴുത്ത് നിൽക്കാൻ നേരം ഒന്നുകൂടെ അതിൻ്റെ ഒരു മധുരമൊക്കെ നല്ല സ്വീറ്റ്നെസ്സാണ് ഇതിന്. അന്നേരം ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ COVID-19 പാൻഡമിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് നാച്ചുറലായിട്ട് നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അത് ആ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഇടയ്ക്ക് ലെമൺ ജ്യൂസ് കുടിക്കുന്നതും വളരെ നല്ലത്. അതുപോലെ തന്നെയാണ് ഈ സീതപ്പഴവും. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ കളയാതെ ഇതൊക്കെ കഴിക്കുക. ഇത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അന്നേരം ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ.